ആ മോളെ, ദാ ഈ പാലും കൂടി കൊണ്ടേക്കോ. ഇനി ചടങ്ങൊന്നും തെറ്റിക്കണ്ട. ശരി ശരി ആൻറ്റി. എൻ്റെ പൊന്നു കുക്കി, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ ആൻറ്റീന്ന് വിളിക്കണ്ട, ഇനി തൊട്ട് അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന്. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നീ മറന്നേക്ക്. നിനക്കിപ്പം ഞങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ മതി. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിക്കുന്നത് നിങ്ങളായിരിക്കുമല്ലോ. ഇനി സംസാരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കളവക്കണ്ട, പോയിക്കോ. നമ്മളെയൊക്കെ ഇവിടെ നിന്നാണോ എന്തോ കെട്ടിച്ചു വിടുന്നത്. ചേട്ടനെ കെട്ടിച്ചു വിട്ടു, എന്നിട്ടും എന്നെ നോനും. ആരെ പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ടാണല്ലോ ആണുങ്ങളെ കെട്ടിക്കുന്നത്. പക്ഷെ ഇപ്പം അവനെ അങ്ങ് കെട്ടിച്ചു. ഇനി എൻ്റെ എന്നാണോ എന്തോ. കേൾക്കുന്നുണ്ടോ ആവോ? ആദ്യം പഠിത്തമൊന്ന് കംപ്ലീറ്റ് ചെയ്യ്, എന്നിട്ട് മതി നിന്റെ. എല്ലാ ജനമ ഇത് എൻ്റെ കൂടെ പഠിക്കുന്നതല്ലേ, അപ്പൊ ഇവള് പഠിത്തം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഓ, ഞാൻ മറന്നു, ഞാൻ കാരണമാണ്. സോറി സോറി. എൻജോയ് ഫസ്റ്റ് നൈറ്റ്. ഓക്കെ ബൈ. എൻ്റെ പൊന്നു കുക്കിമോളെ, ആ കൊച്ച് കരഞ്ഞു പറഞ്ഞിട്ടാ നിന്നെ അവനെ കൊണ്ട് ഞാൻ കെട്ടിച്ചത്. റീസൺ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് അവളുടെ കണ്ണീരിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടത്തിയെ പോലെ പെട്ടെന്നല്ല മറന്നു പോകും. ഇപ്പോഴേ കളവിയായി അവള്. ശ്രീ. ഓ മേരെ കുക്കി, ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവള് വന്നതിന് ശേഷം ഞാനിതൊക്കെ നിർത്തിയതായിരുന്നു. പക്ഷെ ഇടിപ്പെട്ട സാധനം, എന്താ പറയാ, എന്റെ കൂടെ പഠിച്ചവരൊക്കെ എന്റെ കണ്ണ് കുത്തി കളഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? നമ്മൾ തമ്മിൽ പണ്ട് തൊട്ടിപ്പോൾ വരെ ഒരു സോൾമേറ്റ് ബെസ്റ്റി ബന്ധമല്ലേ ഉള്ളൂ. ചിമ്മിയാണിത് കേട്ടെങ്കിൽ എൻ്റെ മുഖത്ത് പോയി അടി കിട്ടിയിട്ടുണ്ടാവും. അവൾ ഭയങ്കര സീനം. അവൾ എൻ്റെ കണ്ണ് തന്നെ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ടാവും. അല്ല, നമ്മുടെ കരാർ എങ്ങനെ? എന്ത് കരാറാ? എടി, നമ്മുടെ മാരേജ് ഒരു കരാറല്ലായിരുന്നു. യോജിയുടെ ആഗ്രഹം അവളുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസറുമാണ്. അവളൊരാഗ്രഹം പറഞ്ഞാൽ ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കാണ്ടിരിക്കാം? അവളുടെ കമ്മുമ്പിൽ വെച്ച് തന്നെ നിന്നെ കഴുത്തിൽ ഞാൻ താലി കെട്ടി എന്ന് വെച്ച് എനിക്ക് ചിമ്മി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാനവൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങളായി. അപ്പോൾ ഒരാൾ എനിക്ക് വേണ്ടി അത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഒരാളെ ഞാൻ വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആ കുട്ടിക്ക് എത്ര ഹേർട്ടാവും. പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇനിയും കാത്തുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു വിവാഹം ആ ഒരു രീതിക്ക് എനിക്ക് മനസ്സിലാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. എനിക്കെന്തോ കുഴപ്പം വച്ചു. നമ്മൾ പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. സാരമില്ല, ചിമ്മിക്കത് മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓ, എന്നാൽ നീ വെച്ചൊന്ന് കിടന്നോ. എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്നോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒന്നൊന്നായിട്ട് എന്നോട് പറഞ്ഞു. ഇന്നലെ അവൻ എന്താ നിന്നോട് പറഞ്ഞത്? എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ട് എനിക്ക് കിട്ടി വന്ന നീയാ യോജി. നീ വല്ലാതെ എന്നെ ഹാപ്പിയാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നമാകുമെന്നാണ് എൻ്റെ പേടി. ഞാനിപ്പം ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. അപ്പോൾ നീയും ഹാപ്പിയല്ലേ? എൻ്റെ കുക്കി, നീ എൻ്റെ എല്ലാമാണ്. എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് നീയെങ്കിലും ആ ഒരു രീതിക്കാണോ നീനോട് പെരുമാറിയത്? നമ്മൾ തമ്മിൽ ഒരേ പ്രായക്കാരെങ്കിലും നീ അവൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ട് എന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് കുഞ്ഞുനാൾ തൊട്ടേ നീ എന്നെ എപ്പോഴും കെയർ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു സ്പെഷ്യൽ കെയറിങ്, ലൈക്ക് ഒരു മദർ, ചേച്ചി, അങ്ങനെയൊക്കെ. ബട്ട് യു ആർ മൈ സെയിം ഏജ്. എനിക്ക് നിന്നെപ്പറ്റി പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ എനിക്കറിയാം മരണം എൻ്റെ തൊട്ട് പുറകെ ഉണ്ടെന്ന്. അവിടെ എനിക്കൊരാഗ്രഹമുള്ളൂ, നിൻ്റെ ഒരാഗ്രഹം. നീ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞൊരാഗ്രഹം, അത് സാധിക്കണോ? അതിന് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹമാണ്. അത് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ജീവിച്ചാൽ മതി. പിന്നെ മരണത്തെ എനിക്ക് ഭയമല്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. എന്നെ പറ്റി നന്നായി നീ കൺസേൺ ചെയ്യുന്നുണ്ട്.
പക്ഷെ നീ നിന്റെ ചേട്ടനെ പറ്റി ആലോചിച്ചോ? അവൻ്റെ ആഗ്രഹം ചിമ്മിയെ കെട്ടി ജീവിക്കണമെന്നാ. 5 വർഷമായിട്ട് അവർ പ്രണയിച്ചു. എന്നിട്ട് അത് നടന്നില്ലല്ലോ എനിക്ക് വേണ്ടി. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷെ നീ നിന്റെ അമ്മയുടെ ആഗ്രഹം, ചേട്ടൻ്റെ ആഗ്രഹം ഒക്കെ ഒന്ന് നോക്കൂ. എന്നെക്കാൾ മുന്നേ ഒരുപക്ഷെ നിന്നെ കണ്ടതും നീ കണ്ടതും അവരൊക്കെ അല്ലേ. ചിമ്മി എനിക്കിഷ്ടമല്ല. അത് എന്താണെന്ന് എനിക്ക് പറയാനൊന്നും പറ്റില്ല. അവൾ എൻ്റെ ചേട്ടനെ കെട്ടണ്ട. അതിന് അവൾക്കൊരു അർഹതയില്ല. നിനക്ക് തന്നെ അതിന് അർഹതയുള്ളൂ, നിനക്ക് മാത്രം. ഇനി എന്നോട് ഇത് പറഞ്ഞ് ചോദിച്ചൊന്നും വേണ്ട. എൻ്റെ അവസാനത്തെ ആഗ്രഹിത അത് കഴിഞ്ഞു. ഇനി എൻ്റെ മരണമാ. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. പിന്നെ നിനക്ക് വേണമെങ്കിൽ നീ ഒഴിഞ്ഞു കൊടുത്തു. എന്തായാലും ഞാനിവിടെ ഉള്ളപ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ഇവിടുന്ന് പോകില്ല. അപ്പോൾ എന്നോട് പറയാത്ത ഒരുപാട് കാര്യം എൻ്റെ മക്കളുടെ ഇടയിലുണ്ടല്ലേ. യുജി, നമ്മി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കണ്ടേ? അമ്മ, ഞാനൊന്ന് വർക്കിന് പോവാം കേട്ടോ. ഫുഡ് വേണ്ട, ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. കുക്കി വരുന്നില്ലേ? ഇല്ല, മച്ചു പോയിക്കോ. ഞാൻ പിന്നെ പോയിക്കോളാം. ടൈം ആയിട്ടില്ലല്ലോ. എടി വാ, ടൈമൊക്കെ ആയി. ഇവള് ഏതായാലും പോകുന്നില്ലല്ലോ. നീ വാ, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ കമ്പനിയുടെ അടുത്ത് തന്നെയാണല്ലോ. എന്തിനാ ഇവളെ ഇത്ര ജാട? പോയി പഠിക്കടി. ഓ ചേട്ടാ, ഇവളങ്ങ് കൊണ്ടുപോക്കോ. ഇതെവിടെയാ കാറ് നിർത്തിയേ? സോളു, ചിമ്മിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ കൊണ്ടുവന്നേ. എന്നിട്ട് എവിടെ? ഹായ് ജിയാണോ? ഞാൻ ചിമ്മി. എന്നെ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ സംസാരിക്കേ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. അവക്ക് ക്യാൻസർ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു കൊടുത്തത് എൻ്റെ സ്വന്തം ജീവിതമാണ്. ഞാൻ അവനെ ഈ 5 വർഷമായിട്ട് പ്രണയിച്ചു. അതിൻ്റെ ഇടയിൽ ഒരാളെപ്പോലും ഞാൻ നോക്കിയിട്ടില്ല. അറിയോ, ഇത്രയും സിൻസിയറായിട്ട് ഞാൻ നോക്കിയിട്ട് ദൈവം എന്തുകൊണ്ട് എനിക്ക് വിധി തന്നെന്ന് എനിക്കറിയില്ല. നിനക്കെങ്കിലും എൻ്റെ സോളുവിൻ്റെ പ്രണയത്തെ പറ്റി അറിയാം എന്ന് നിനക്കെങ്കിലും ഒന്ന് എന്നെ അവക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? നീ അവളെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴേക്കും കഴുത്ത് നീട്ടി കൊടുത്തു അല്ലേ? എനിക്ക് ഫീലിങ്സ് ഇല്ലടി, സങ്കടമൊക്കെ ഇല്ലടി. എനിക്ക് ഒട്ടും ഇത് സഹിക്കാൻ പറ്റുന്നില്ലടി. അവൻ വേറൊരാളെ കെട്ടി ജീവിക്കുകയാണ്. ഇപ്പം അവനൊരു ഭാര്യയുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹേർട്ടാവാം. സത്യമായിട്ടും നിന്നോടല്ലാതെ ഇപ്പം ആരോടാ എൻ്റെ വേദന ഞാൻ പറയാം? അവനോട് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ്റെ പെങ്ങളുടെ സന്തോഷം, ഫസ്റ്റത്തെ ആഗ്രഹം എന്നൊക്കെ പറയും. നിന്നോട് പറഞ്ഞാൽ നിനക്കായിട്ട് ഒഴിഞ്ഞു പോവാമല്ലോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാനൊരു ഭാരം ആവില്ലടി. ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. 5 വർഷം പ്രണയം, എനിക്ക് അതൊക്കെ മനസ്സിലാവും. മുമ്പ് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും മനസ്സായിട്ടുണ്ടായിരുന്നു. എനിക്ക് 7 വയസ്സായപ്പോൾ കണ്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 1 സൈഡ്. 7 വയസ്സ് തൊട്ട് ഇപ്പം വരെ. ഓ മൈ ഗോഡ്, എത്ര വർഷം! നീ എന്താ പറയാത്തത്? നിന്റെ കാര്യം എനിക്ക് മനസ്സിലാവും. ഒരു 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചതാ. അത് 1 സൈഡിനും കാട്ടി ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇപ്പോൾ വരെ അയാൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഞാൻ അയാളുടെ അനിയത്തിയോട് പറഞ്ഞു. എപ്പോഴാന്നല്ലേ, അയാളുടെ അനിയത്തിയായിട്ട് ഒരു ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇയാളുടെ അനിയത്തിയാണിതെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പോയി പറഞ്ഞു. അവളെനിക്ക് പ്രോമിസ് ചെയ്തു, അവൾ ഒരിക്കലും അവനോട് പറയില്ല, നീ തന്നെ പറയണം. അതുകൊണ്ട് ഇന്ന് വരെ അവളത് പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞില്ല. എനിക്ക് എന്തൊരു ഇതാണ്, എന്നെ ഇഷ്ടപ്പെടുമെന്ന്. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ ആരോഗ്യമായി മാറി. ഒരു നല്ല ബോണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞ എൻ്റെ ബോണ്ട് പോവുമെന്ന് വെച്ചിട്ടാ, ഈ ഒരു ബോണ്ട് പോവുമെന്ന് വെച്ചിട്ടാ പറയാത്തത്. പക്ഷെ ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞു തരുവടി. സത്യം, ഒരുപാട് വിഷമം വരുന്നു കേട്ടിട്ട്. ഇപ്പോൾ അയാൾ വേറൊക്കെ കിട്ടിക്കാണുമല്ലേ? പറയണോടി, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം.
എന്നാലേ എല്ലാം നേടാൻ പറ്റൂ. അങ്ങനെയല്ലേ ഞാൻ ഇവനെ പ്രേമിച്ചത്. എനിക്കിഷ്ടം തോന്നി, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, ആക്സെപ്റ്റ് ചെയ്തു. എനിക്കറിയാം സോളു, അവള് ഒഴിയണമെന്നായിരിക്കും പറഞ്ഞത്. നിനക്കും വേറെ ആരോടോ ആണല്ലോ ഇഷ്ടം. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമായിട്ട് എനിക്കും തോന്നുന്നില്ല. പിന്നെ യൂജി അവളെ ഒന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഒരിക്കലും നമുക്ക് സെറ്റാവില്ല. നീ എന്നെ ഒരു നല്ല സോളോയിട്ടാണ് കാണുന്നത്, ഞാനും. പിന്നെ നിനക്കാണെങ്കിൽ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ടൊരു വൺ സൈഡ്. അപ്പോൾ എങ്ങനെ ഇത് ശരിയാവും? അത് പോരാഞ്ഞിട്ട് മച്ചു, നിന്റെ 5 വർഷത്തെ പ്രണയവും. ദേ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എടി, അവളുടെ വീട്ടിൽ ഭയങ്കര പ്രഷർ തുടങ്ങിയടി. അവളെ കെട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ ആലോചനയൊക്കെ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ ഇനി എന്താക്കും? ഒരു പ്രായത്തിയ പിന്നെ പ്രഷറൊക്കെ കൂടും. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് യോജിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആവാം. അവിടെയുള്ള മുസ്ലിംസുകൾ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ബിരിയാണിയാണ്. കഴിക്കുന്നത് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. യോഞ്ചി, ചേട്ടൻ പറയുന്നത് നന്നായി ഒന്ന് കേൾക്കുക. ഞാനും കുക്കിയും ഡിവോഴ്സ് ആക്കാൻ പോവാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് സെറ്റാവില്ല. അവളെ ഞാനൊരു സോളുമായിട്ടാണ് കണ്ടത്, അതുപോലെ അവൾ എന്നെയും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളെന്നെ ആ രീതിക്ക് ഒന്നും വിളിച്ചു പോലും ഇല്ലല്ലോ. നീ കേട്ടില്ലേ, മച്ചു എന്നാ വിളിക്കാറ്. അതുപോലെ തന്നെ നിന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ കെട്ടിയത്. പക്ഷേ ഇവക്ക് 7 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഒരു വൺ സൈഡ് ലവുണ്ട്. കുഞ്ഞുനാളെ തൊട്ട് ഇപ്പോൾ വരെ ഇപ്പോഴും ആ പ്രണയത്തിന് ഒരു കുറവുമില്ല. അതുപോലെ എനിക്ക് 5 വർഷമായിട്ട് വേറൊരു പ്രണയം ഉണ്ടായിരുന്നു. നിന്റെ ആഗ്രഹത്തിന് ഇതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ യൂജി, ഇവക്ക് വേറൊരാളെ ഇഷ്ടമാണ്, എനിക്കും വേറൊരാളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതങ്ങ് ഡിവോഴ്സ് ആക്കുന്നതല്ലേ നല്ലത്, അല്ല മോളെ? നിനക്ക് ആരെയാണ് ഇഷ്ടം? നീ എന്തിനാ ഇങ്ങനെ ഓരോ റീസൺസ് പറയുന്നത്? നീ സത്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തു. കുഞ്ഞുനാൾ തൊട്ടേ അവൾക്കൊരാളെ ഇഷ്ടമുണ്ട്, ഇതാ ഇപ്പം വരെ. അപ്പോൾ അവൾ അയാളുടെ കൂടെ ജീവിക്കട്ടെ, അതല്ലേ നല്ലത്. എൻ്റെ 5 വർഷത്തെ പ്രണയമൊന്നും അതിൻ്റെ അടുത്തൊന്നുമല്ല. ഇത് എത്രയോ വർഷത്തെ വൺ സൈഡാണ്. അത് അയാളോട് തുറന്ന് പറഞ്ഞ് അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് നല്ലത്. മോളെ, എല്ലാവർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ? മമ്മി, ഞാൻ പറയുന്നൊരു കഥ കേൾക്കണം പ്ലീസ്. ഇത് എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ കഥയാണ്. ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അവൾ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. പക്ഷെ അപ്പോൾ എൻ്റെ പൊന്നു കുക്കി, ദേ അവൻ അവിടെ നിൽപ്പുണ്ട്. നീ ഇപ്പോൾ പോയിട്ട് പറഞ്ഞു, ഇത് നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ട. അവൻ എന്തായാലും നിന്നെ ആക്സെപ്റ്റ് ചെയ്യും. നിന്നെ കാണാൻ ഒരു കുറവില്ല. പിന്നെ നിങ്ങൾക്കിടയിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ രീതിക്കും നിന്നെ ഇഷ്ടപ്പെടും. ഈ ബോണ്ടൊന്നും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊന്നും അങ്ങനെ കട്ടാകത്തൊന്നുമില്ല. നീ പേടിക്കണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറ, വേഗം പോയിട്ട് പറ. ഞാൻ ഗ്യാരണ്ടി നിന്നെ തിരിച്ചുറപ്പായിട്ട് അവൻ ഇഷ്ടപ്പെടും. എടീ, ഇപ്പൊ പറയണോ എന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിലോ? 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നത് നിനക്ക് അവനെ ഇഷ്ടമാണ്. പിന്നെ നിനക്ക് തന്നൊരു പ്രോമിസ്, അത് ഞാൻ അപ്പോഴും മാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോടൊന്ന് പറയുക പോലും ചെയ്യാത്തത്. എൻ്റെ കുക്കി, നീ പോയി പറ, ഒന്നും ഉണ്ടാകത്തില്ല. അവൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യും, എനിക്കത് ഉറപ്പുണ്ട്. ഞാൻ പറയാം, പക്ഷെ എനിക്കെന്തോ പേടി പോലെ. എന്തായാലും ഇനിയിപ്പോൾ പറയാണ്ട് വെക്കണ്ട അല്ലേ? ശരി, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഓക്കെ, ലവ് യു, പോയിട്ട് വരാം. എന്റെ പൊന്നു മക്കളെ, ഞാൻ കമ്മിറ്റഡായി. എന്തോ ഭാഗ്യം കിട്ടി എനിക്കുണ്ടല്ലോ. ഞാനിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടു. എന്താ ഗ്ലാമറ കാണാൻ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനാണെങ്കിൽ എനിക്ക് കമ്മിറ്റഡ് ആവണമെന്നുള്ളൊരു വാശിയായിരുന്നു. ലൈഫിൽ ഇതുവരെ പ്രണയം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് പറയുന്നിട്ട് നമുക്ക് തോന്നില്ല എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. പക്ഷെ അവനെ കണ്ടപ്പോൾ എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എൻ്റെ അസ്ഥിക്ക് പിടിച്ചു പോയില്ലേ. അപ്പോൾ തന്നെ ഞാനൊന്ന് പോയി പറഞ്ഞു, ചേട്ടനെ കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെന്ന്. അപ്പോൾ
പൊട്ടനെന്താ പെട്ടെന്ന് കണ്ട പെൺപിള്ളേരപ്പം ഇഷ്ടപ്പെടും. അപ്പം ഞാനല്ലാണ്ട് വേറെ ഏത് പെണ്ണ് പോയി പറഞ്ഞാൽ അപ്പോഴും ആക്സെപ്റ്റ് ചെയ്യോ? എന്നെ ആക്സെപ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ കമ്മിറ്റഡേ. എന്നോട് പറഞ്ഞു ഞാനൊന്ന് പ്രണയിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു എന്ന്. കുട്ടിയും കാണാൻ കൊള്ളാതെ. വെരി ഗുഡ്. ഇഷ്ടമുണ്ടെങ്കിൽ അത് അപ്പം പോയി പറയണം, അല്ലാതെ ഇവളെ പോലെ മനസ്സിൽ വെക്കുമല്ല. പിന്നെ ആരാ അത്? ചേട്ടൻ വരുന്നല്ലോ. ഇവനെപ്പം എന്തിനാണോ ഇങ്ങോട്ട് വരുന്നത്? എടി കുക്കി, അതെ അതാണ് എൻ്റെ ചേട്ടൻ. മാറിപ്പോയി. കുക്കിക്ക് അറിയാലോ. എടി ജിമ്മി, അതാണ് എൻ്റെ ചേട്ടൻ. അപ്പൊ എന്റെ യോഞ്ചി നമ്മൾ രണ്ടുപേരും നാത്തൂൻസായി വരും. ഞാൻ പറഞ്ഞ പയ്യനാവേ, അത് നിന്റെ ചേട്ടനായിരുന്നു. ഷ്യോ, അതെന്തായാലും അല്ല നന്നായി. അവള് പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോ ഞങ്ങളുടെ കൂടത്തിൽ തന്നെ ഒരാള് അവള് കമ്മിറ്റഡാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആകെ തകർന്നു പോയി. പിന്നെ പ്രണയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കരുത്, തുറന്നു പറയണമെന്നുള്ളത് എത്ര കറക്റ്റാണെന്ന് എനിക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്താ പെട്ടെന്നൊരു പെണ്ണിനെ ആക്സെപ്റ്റ് ചെയ്തെന്നും ഞാൻ വണ്ടറായിപ്പോയി. കാരണം എല്ലാവരെയും നോക്കി കണ്ട് മാത്രമേ ചേട്ടൻ നോക്കാറുള്ളൂ. ഇതുവരെയായിട്ടും ചേട്ടനൊരു പെണ്ണിനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ജിമ്മി കാണാൻ നല്ല ഭംഗിയാണ്. അവളെ കണ്ട ആരാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും അവൾക്ക് അങ്ങോട്ട് സ്പാർക്ക് ആർക്കും അടിക്കാറില്ല. അവൾക്ക് അങ്ങനെ തോന്നിയത് നിങ്ങളോടായിരിക്കും. അത് മനസ്സിലായതും കൊണ്ടായിരിക്കും നിങ്ങൾ അവളെ ആക്സെപ്റ്റ് ചെയ്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഇവളപ്പം എന്താ? ഇവളുടെ ഫീലിങ്സ് എന്താ? എൻ്റെ പ്രണയം വൺ സൈഡാണ്. അവരുടേത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞു. മേ ബി ദൈവത്തിനാഗ്രഹം അവരൊന്നിക്കണമെന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കില്ലേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതും സെക്കൻഡ്സിനുള്ളിൽ അത് ആക്സെപ്റ്റ് ആയതും എല്ലാം നടന്നതും. എൻ്റെത് വിട്ടേക്ക്. ഞാനിതുവരെ നിങ്ങളെന്നെ സോളോ അല്ലാതെ വേറെ രീതിയിൽ എന്നെ കണ്ടിട്ടില്ല. ഞാനും അങ്ങനെ കാണാൻ ഒരുപാട് ശ്രമിച്ചായിരുന്നു, പക്ഷേ പറ്റിയില്ല. എല്ലാം പോട്ടെ, സോളോ എങ്കിൽ സോളോ. ആ സ്ഥാനമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എനിക്കുണ്ടായാൽ മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവരുടെ കൂടെ തന്നെ ജീവിക്കാം. 5 വർഷം എന്ന് പറയുന്നത് 5 ദിവസമല്ലല്ലോ, വർഷം തന്നെയാണ്. എൻ്റെ കാര്യം വൺ സൈഡാണ്, അത് 2 സൈഡാണ് എന്ന് മാത്രം. ചേട്ടാ പ്ലീസ്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ നിന്നതല്ലേ. പക്ഷെ ഇത്രയും കാലം ഞാൻ ജീവിച്ചു. അതുകൊണ്ടല്ലേ ഇപ്പോൾ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ മരിക്കും. അത് കഴിഞ്ഞ് അവളെ നിങ്ങൾ ഒഴിവാക്കിക്കും. എന്താവത് ചെയ്തു? അതുവരെ എനിക്കിങ്ങനെ കണ്ടാൽ മാത്രം മതി. പ്ലീസ്. ഹലോ പപ്പ, എന്താ? എടി, നിന്റെ മുറച്ചെറുക്കനില്ലേ, അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇതൊന്നും അങ്ങനെ നീട്ടി കൊണ്ടുപോണ്ട, ഓക്കെ? പപ്പ അവർ ഡിവോഴ്സ് ചെയ്യും. വെയിറ്റ് ആക്കാം പപ്പ, പ്ലീസ്. എൻ്റെ പൊന്നു കൊച്ചേ, അവർ ജീവിച്ചു തുടങ്ങി. അവരുടെ ഇടയിൽ ഇനിയിപ്പോൾ നീ എന്തിനും ഒരു കരടായി പോകുന്നത്? ആ റിലേഷൻ ബ്രേക്കപ്പ് ആക്കുക. കല്യാണം കഴിച്ച ഒരാളെ ഇനി ആഗ്രഹിക്കാൻ പാടില്ല. എത്രയൊക്കെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും അയാൾ കല്യാണം കഴിച്ചു. അയാൾക്ക് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ അന്നേരം തീരുമാനിക്കണമായിരുന്നു, ഇത് ചെയ്തത് തെറ്റാണ്, ഒരാളുണ്ട്, അപ്പോൾ അവളെ മറന്നത് ചെയ്യരുത്. പക്ഷേ അയാളത് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ നീ ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ മുറച്ചെറുക്കനായിട്ട് നിൻ്റെ കെട്ട് ഞാൻ നടത്തും. ഇനി നീക്കാവാൻ മതി, വേറെ ആരും വേണ്ട, ഓക്കെ? ഇനി ആ സ്റ്റുപ്പിഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു പോവരുത്. ഇനി നടക്കുന്ന കാര്യമല്ല അത്, വിട്ടേക്ക്. ആൻറ്റി എന്നൊന്നും മിണ്ടാത്ത? അവനെവിടെ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എന്താടേ പ്രത്യേകിച്ച് പറയാൻ? എൻ്റെ പപ്പ എൻ്റെ മുറച്ചെറുക്കനായിട്ട് വിവാഹം ആലോചിച്ചു. ഇനിയിപ്പോൾ അവനുമായിട്ട് എൻ്റെ കെട്ട് നടത്തും. എടാ, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഞാനെന്തിനാ അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോവിക്കുന്നത്? ചിലപ്പം
നിങ്ങളായിരിക്കും ഒന്നിക്കേണ്ടത്. ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിക്കട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് യോജി എല്ലാം പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഞാനൊന്നും ആവില്ല. അവളുടെ പ്രണയത്തിന് മുമ്പേ ഞാനൊന്നും അല്ലടാ. നീ അത് മനസ്സിലാക്കിയിട്ടില്ല. ശരി, എൻ്റെ കല്യാണം അടുത്ത മാസം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നടത്തും. പിന്നെ ആരോടും എനിക്കൊരു ദേഷ്യവുമില്ല. എന്നെ ആരും വെറുക്കരുത്. മമ്മി, എന്നെ വെറുക്കരുത്. എല്ലാം കേട്ട് കിളി പോയിരിക്കാം മോളെ ഞാൻ. എന്താ പറയാ, വിധി അത് തന്നെ നടക്കും. ഇനിയിപ്പോൾ അതിനെ പഴിച്ചിട്ടൊരു കാര്യമില്ല. മോള് അവനെ വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിക്കും കേട്ടോ. യോഞ്ചി ഇങ്ങ് വാ. രാത്രി 10:30 ഉറങ്ങണ്ട നിനക്ക്. വാ, നമുക്ക് കിടന്ന് ഉറങ്ങാം. കേട്ടല്ലോ, ഇനിയെങ്കിലും ഒന്ന് വേഗം വന്നോ. മതി നിങ്ങളുടെ കളക്ഷൻ എടുപ്പ്. എടി, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുക. നീ എപ്പോഴും എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. പണ്ടൊക്കെ അങ്ങനെ കുറേ വെകളിത്തരം കാണിച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ഡീസൻ്റാണ്. ഒരു കൊച്ചു വന്നതോടെ പ്രത്യേകിച്ച്. നിങ്ങൾ അമ്മയും മോളും കിടന്നുറങ്ങിക്കോ. ഞാൻ എന്തായാലും ലേറ്റാവും. ഫുഡ് പുറത്തുനിന്ന് അയച്ചോളാം. കൊച്ചിനെ ഞാൻ ഉറക്കും. ഞാൻ ഉറങ്ങില്ല. അതെത്താ, നിനക്ക് ഉറങ്ങിക്കൂടെ? ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വേണം. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട. ഇവിടെ ഞാൻ വിളമ്പി വെക്കും. അതെടുത്ത് കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. ഓക്കെ, വെയിറ്റ്. അതൊന്നും പറ്റത്തില്ല. രാത്രി ഉറങ്ങാത്ത കുട്ടികളെ പ്രേതം പിടിച്ചു കൊണ്ടുപോകും. നീ നേരത്തെ ഉറങ്ങിക്കോ. ഞാനൊക്കെ കുട്ടിയിൽ നിന്ന് വലുതായി, അതുകൊണ്ട് എന്നെ പിടിക്കത്തില്ല. പക്ഷെ കുട്ടികളെ പ്രേതം പിടിച്ചു കൊണ്ടുപോയി വേറെ പ്രേതത്തിന് ഫുഡായിട്ട് ഇട്ട് കൊടുക്കും, പൊരിച്ചിട്ട്. അത് വേണമെങ്കിൽ വേഗത്തോടെ ഉറങ്ങിക്കോ. ദേ, മമ്മിയും വരാം. അത് നല്ലൊരു ഇതാണ്. അമ്മൂമ്മ നമ്മളൊക്കെ കാട്ടും വലിയ ആളായതുകൊണ്ടേ പ്രേതം അമ്മൂമ്മയുടെ അടുത്ത് തന്നെ വരില്ല. അപ്പോൾ കുട്ടിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയി കിടന്നുറങ്ങിക്കോ കേട്ടോ. മമ്മി എന്തായാലും പപ്പയെ വെയിറ്റ് ചെയ്ത് ഹാളിലിരിക്കാൻ പോവാ. വേണമെങ്കിൽ വന്നിരുന്നോ, അല്ലെങ്കിൽ കുട്ടി നേരത്തെ പോയി ഉറങ്ങിക്കോ. ഇനി എന്തിനാ വെറുതെ പ്രേതത്തിന് കഴിക്കാനിട്ട് കൊടുക്കുന്ന എൻ്റെ കൊച്ചിനെ? എന്തേ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മതിയാക്കി കഴിച്ചിട്ട് വന്നോ. ഞാൻ എത്രയും ടയേർഡായിട്ട് വരികയല്ലേ. സോ എനിക്ക് കുറച്ചും കൂടി ടയേർഡാവും. ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നിൻ്റെ ആർട്ടിഫിഷ്യൽ ഫുഡ് എനിക്ക് വേണ്ട. എനിക്ക് നാച്ചുറലായിട്ടുള്ള ഫുഡ് മതി. ബാ, നമുക്ക് പോവാം. ഫുഡ് കഴിക്കാണ്ട് ഇങ്ങോട്ടും പോണില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി. യോജി എന്താ, ഉറങ്ങിയോ? അമ്മൂമ്മയുടെ അടുത്ത് പോയി ഉറങ്ങിയിട്ടുണ്ട്. പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു പേടിച്ചു പോയതാ പാവം. ഞാനേ ഫുഡ് കഴിക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സ് മാറി. അപ്പോൾ നമുക്ക് പോവാം. ഓ, ഡാഡിയുടെ ലിറ്റിൽ പ്രിൻസസ് ഉണ്ടെങ്കിൽ നമ്മളൊന്നും വേണ്ടായിരുന്നല്ലോ. അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അവളുടെ അടുത്ത് നിന്ന് മാറിക്കിടന്ന അപ്പോൾ അവൾ കണ്ണുറക്കും. പിന്നെ ഞാൻ എങ്ങനെ വരാനാ? ഇന്നെന്തായാലും ദേവിയായിട്ടൊരു ചാൻസ് തന്നു. അപ്പോൾ അത് നമ്മൾ യൂസ്ഫുൾ ആക്കണ്ടേ മോളെ.